ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം അതൊക്കെയാണ്. ഇതുപോലുള്ള ഇരുമ്പ് തവ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം അത് മയക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആരും തന്നെ ഇപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. എന്നാൽ നമ്മൾ ഇതിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിന് അത്രയ്ക്കും ഹെൽത്തി വേറെ ഒന്നിലും തന്നെ കിട്ടില്ല കേട്ടോ. ഈ ഇരുമ്പ് തവയിലും അതുപോലെ തന്നെ മൺപാത്രത്തിലും ഉണ്ടാക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. എന്നാൽ ഇതുപോലുള്ള ഇരുമ്പ് തവ ഉണ്ടെങ്കിൽ എടുത്തോളൂ. നിമിഷ നേരം കൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇരുമ്പ് തവയായിരുന്നു. അത് ഞാൻ എടുക്കാതെ വെച്ചുകൊണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തുരുമ്പുമുണ്ട്. അപ്പം ഞാനതൊന്ന് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഈ സൈഡ് മാത്രമേ തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഒരു പൂപ്പൽ പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്, തണുപ്പൊക്കെ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ ആ സൈഡിലുള്ള തുരുമ്പൊക്കെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും കുറേ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ടൊക്കെ കറകളുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. എന്നിട്ട് അടുപ്പിലേക്കാണ് ഞാൻ ഈ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വയ്ക്കാത്തത്, നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറേ അധികം ഗ്യാസ് നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പം ഞാൻ പുറത്തൊരു അടുപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള റൈസ് വാട്ടർ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ തന്നെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. റൈസ് വാട്ടർ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുടം പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോലും കുരുക്കളും ഒന്നും തന്നെ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇരുമ്പ് തവയൊക്കെ സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് സീസൺ ചെയ്തെടുത്ത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരു ഇരുമ്പിൻ്റെ ടേസ്റ്റോ തുരുമ്പോ ഒന്നും തന്നെ വരില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാപ്പിപ്പൊടിയല്ല കേട്ടോ, ചായപ്പൊടി. എന്നിട്ട് പുളിയും ചായപ്പൊടിയും ഈ വെള്ളവും കൂടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു കച്ചവടക്കാരൻ പറഞ്ഞു തന്ന സൂത്രമാണ്. അവരിതുപോലുള്ള ചട്ടിയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണിത് ഒരു ദിവസം കൊണ്ട് സീസൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തന്ന കിടിലൻ ഒരു ഐഡിയ ആണ് കേട്ടത്. അപ്പോൾ നമ്മളുടെ പുളിവെള്ളവും ചായപ്പൊടിയും അരി കഴുകിയ വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കളറ് തന്നെ വ്യത്യാസം വന്ന് നല്ലൊരു ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. വെട്ടി തിളച്ചൊരു 5-10 മിനിറ്റ് ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ കരടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോഴും ചെറുതായിട്ട് കുറച്ച് അഴുക്കൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ചെറുതായിട്ട് തുരുമ്പും പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നമ്മളുടെ ചട്ടിയൊക്കെ സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ സംഭവം തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 മുറി സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ബാക്കി കറയും കൂടെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് ചട്ടി നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് എണ്ണ തേച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തേച്ച് അപ്പം തന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ അപ്പം തന്നെ എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തൊക്കെ വെറുതെ വെയിലിൽ വെച്ച് എടുക്കാവുന്നതാണ്. വെയിലിൽ വെച്ച് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്കിതിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എണ്ണാക്കിയതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ അകത്തും പുറത്തും എല്ലാം എണ്ണ തേച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തരി പോലും പൂപ്പലോ തുരുമ്പോ ഒന്നും തന്നെ പിടിക്കില്ല. നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ കുറേ കാലം കേടാവാതെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ഞാനൊരു ചെറിയ ചട്ടി ഇവിടെ യൂസ് ചെയ്യുന്ന ചട്ടിയാണ്. ഓൾറെഡി നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് നമുക്കിതിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ടും ഞാനിവിടെ ഒരു ഇരുമ്പ് തവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാനിവിടെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. കുറച്ച് ദിവസം ഞാൻ എണ്ണയൊന്നും തേക്കാതെ ഇതുപോലെ വെച്ചപ്പോൾ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ നന്നായിട്ട് ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരും. എന്നാൽ അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ നമ്മളുടെ വീട്ടിലുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ കറയൊക്കെ നല്ല അടിപൊളിയായിട്ട് കളഞ്ഞെടുത്ത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇതും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബേസിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, അത്യാവശ്യം നല്ല തുരുമ്പ് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ചട്ടി മുങ്ങി നിൽക്കുന്ന വിധത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങളടുത്ത് അത്രയും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കിട്ടുന്ന കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 3 ദിവസത്തിന് ശേഷം ഈ ചട്ടി ഒന്ന് ഇതിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ മൺചട്ടിയും ഇതുപോലെ നമുക്ക് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഒരു 2-3 പാത്രങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസത്തിന് ശേഷം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തുരുമ്പൊക്കെ പോയിട്ട് ഈ അടിഭാഗത്ത് മാത്രം കുറച്ച് തുരുമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും നമുക്കൊന്ന് കഴുകിയെടുത്താൽ പോകുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കഞ്ഞിവെള്ളം ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത സ്ഥലം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സിങ്കിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ക്ലീനിങ് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പൗഡർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ ഈ തുരുമ്പൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചട്ടിയായിരുന്നു ഇട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചട്ടിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പിന്നെ നന്നായിട്ട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ചട്ടിയാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. നമ്മൾ ഇരുമ്പ് തവയൊക്കെ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ എണ്ണയൊന്നും തേച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചട്ടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെയിലിൽ വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസിലായി ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് കേട് കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് കരിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്ത് കഴുകിയെടുക്കുന്നുണ്ട്. ഈ പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കരിയായ പാത്രങ്ങളും കറയായ പാത്രങ്ങളും നിമിഷ നേരം കൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പൗഡറാണ് ഇട്ടത്. അപ്പം ഞാനത് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ കരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ചട്ടിക്കറയൊക്കെ പോയിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയും കൂടെ നോക്കാം. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന കറകളൊക്കെ പോയിട്ട് നമ്മളുടെ ചട്ടി നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തുള്ളി പോലും അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയാക്കി എല്ലായിടത്തേക്കും നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.